ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചെമ്മീൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ചെമ്മീൻ മുളകിട്ട കറി കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്കതിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം. അതിനായിട്ട് ഇതാ ഒരു ചട്ടി വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഉലുവ ഒന്ന് മൂത്ത് വന്ന ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഇപ്പോൾ സവാള നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും മാത്രം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ആ പൊടികളുടെ പച്ച സ്മെല്ലൊക്കെ മാറി വരുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടോ. പിന്നെ ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിന് കൂടെ ഒരു 3 പച്ചമുളകും കൂടി നടുകെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ സമയത്ത് ചെറുതായിട്ടൊക്കെ ഒന്ന് തക്കാളി ഉടച്ച് കൊടുക്കട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ നമ്മൾ നേരത്തെ സവാള വഴറ്റുമ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തതാണ്. അപ്പോൾ അത് പോരെന്ന് തോന്നിയപ്പോൾ ഇത്തിരിയും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീൻ ആ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വെച്ച് ചെമ്മീൻ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 5-6 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ചെമ്മീൻ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് വരും. അപ്പോൾ ഇതാ ഒരു 5-6 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കുകയാണ്. അപ്പോഴേക്കും നമ്മളെ കറീൻ്റെ മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് ചെമ്മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നേണേ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചെമ്മീൻ കറി തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെയും നെയ്ച്ചോറിൻ്റെയും പൊറോട്ടൻ്റെയും ഒക്കെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കറി ഇതുവരേക്കും ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഗായ്സ്.